ഹലോ മക്കളെ, അഖിലമിസ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് 10 CBSE മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ബോർഡ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാനോടുകൂടി റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അസ്ത്ര ബാച്ചിലെ മക്കൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ബാച്ച് ലഭിക്കുന്നത്. അപ്പൊ മക്കളെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലർക്കും ഈ ബാച്ചിൽ ആക്സസ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഈ കംപ്ലൈന്റ് ഒക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈലത്തിന്റെ ബാച്ച് അല്ലേ, നമ്മുടെ സൈലത്തിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സൈലത്തിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഒരു ടാബാണ് അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് ഇവിടെ കോണ്ടാക്ടേഴ്സ് കാണാം. അത് നമ്മൾ എന്ത് ചെയ്യാണ്, എഗെയിൻ ക്ലിക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻസ്. എങ്ങനെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നാൽ അതല്ല, നിങ്ങൾക്ക് വേറൊരു കംപ്ലൈന്റ് ആണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് അവിടെ കാണുന്ന കോണ്ടാക്ടേഴ്സ്, ഈ കാണുന്ന കോണ്ടാക്ടേഴ്സ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ഹെൽപ്പ് വിത്ത് ന്യൂ പർച്ചേസ്, ബാച്ച് റിലേറ്റഡ്, ടെസ്റ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മക്കളുടെ ഏത് ഏരിയയിലാണ് മക്കളുടെ പ്രശ്നം വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബാച്ച് റിലേറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതൊരു ഡെമോ ആണ് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എഗെയിൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ, അതായത് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പ്രശ്നം, അതായത് ക്ലാസ് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ലൈവ് ക്ലാസ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഐ നീഡ് ഹെൽപ്പ് വിത്ത് മൈ ലൈവ് ഓർ റെക്കോർഡഡ് ക്ലാസ്. അത് ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സൊല്യൂഷൻസ് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് മക്കൾക്ക് എന്ത് ചെയ്യാം, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും മക്കൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം സോൾവ് ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ കാണുന്ന നമ്മുടെ റേസ് ടിക്കറ്റ് കാണാം അല്ലേ, ആ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ടിക്കറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, റേസ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സാം കാറ്റഗറി എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്കൂൾ പ്രിപ്പറേഷൻ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ ബാച്ച് നെയിം ആണ്. ബാച്ച് നെയിം എന്ന് പറയുന്ന സമയത്ത് അസ്ത്ര CBSE, അതിൽ തന്നെ എൻ ഗെയിം ഉണ്ട് അല്ലേ, 2025, അത് നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാണ്. ദെൻ നമ്മുടെ പേയ്മെന്റ് മോഡാണ്. അപ്പോൾ ആ പേയ്മെന്റ് മോഡ് UPI ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തത് ഡിസ്ക്രൈബ് യുവർ ഇഷ്യൂ, അതായത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വേർഡിൽ എഴുതി കൊടുക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, അതിന് പിന്നിൽ അത് എപ്പോൾ റിസോൾവ് ആയി അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കിട്ടിയോ എന്നൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് ചെയ്ത് നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ട്രാക്ക് ഇഷ്യൂ ക്ലിക്ക് ചെയ്തു. ട്രാക്ക് ഇഷ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൈ ഇഷ്യൂസ് കാണാം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് കാണാം എത്ര ഇഷ്യൂസ് ഉണ്ട്, ഓപ്പൺ ചെയ്ത് കിടക്കുന്ന എത്ര ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം റിസോൾവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അവിടെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ റിമാർക്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടിക്കറ്റ് റേസ് ചെയ്തിരിക്കുന്നത്, അതിലൂടെ സൊല്യൂഷൻ നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിലുള്ള മക്കൾക്ക് നമ്മുടെ എൻ ഗെയിമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്യൂ ഈ ടിക്കറ്റ് റേസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല മക്കളെ, നമ്മുടെ അസ്ത്ര ബാച്ചിലുള്ള മക്കൾക്ക് മാത്രമല്ല അല്ലേ, ബാക്കിയുള്ളവർക്കും, അതായത് ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഈ പറഞ്ഞിട്ടുള്ള എൻ ഗെയിം എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് നമ്മുടെ റിസൾട്ടിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൻ ഗെയിം ബാച്ചിൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാടാ. ബൈ.